അപ്പം നമ്മളതിൻ്റെ തൂക്കം കാണിച്ചിട്ടുണ്ടല്ലോ, 6 കിലോ 850 ഗ്രാം. ഈ ഒരു മൂട് മഞ്ഞുണ്ട്. ഇതിപ്പം എനിക്ക് തോന്നുന്ന കലയിൽ എടുത്തുകൊണ്ട് വന്നത് തന്നെ അവർ കൊണ്ടുവന്ന ബുദ്ധിമുട്ടുകൊണ്ട് ചെറിയൊരു മൂടായിട്ട് എടുത്തോണ്ട് വന്നിരിക്കും. മഞ്ഞൾ കൃഷിയെക്കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വിളവെടുപ്പ് സമയമായതുകൊണ്ട് നമുക്കിപ്പോൾ സംസാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന ഒരു സമയമാണെങ്കിൽ അത് ചെയ്യുന്ന രീതികൾ ആദ്യം തൊട്ട് എങ്ങനെയാണ് മണ്ണ് പ്രിപ്പറേഷൻ ചെയ്യുന്ന മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട്, അത് എത്രമാത്രം അതിൻ്റെ വിത്ത് നടണം, എന്തൊക്കെ വളങ്ങളാണ് അടിസ്ഥാന വളമായിട്ട് നമ്മൾ കൊടുക്കേണ്ടുന്നത്, അതെല്ലാം നമുക്ക് കൃഷി ചെയ്യുന്ന സമയത്തായിരുന്നെങ്കിൽ ഒന്നുകൂടെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്കത് കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും ഞാൻ ഒരു തുടക്കം പോലെ അതിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. പിന്നെ ഇനി നമുക്ക് മഞ്ഞൾ നടുന്ന സമയത്ത് ഞാൻ വിളിക്കാൻ വന്നിട്ട് അതുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് സംഭാവനയായിട്ട് കാണിച്ചു കൊടുക്കുന്നത് അതാണ് വേണ്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പ്രഗതി എന്ന് പറയുന്ന ഹൈബ്രിഡ് മഞ്ഞളിൽ പ്രഗതി എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട മഞ്ഞളാണിത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുർക്കുമിൻ്റെ അംശമൊക്കെ വളരെ കൂടുതലുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ വെള്ളമെടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. വേണ്ടൊരു ഇന്നിപ്പോൾ ഒരു 50 കിലോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഒരു 200 കിലോയ്ക്ക് ഇന്നിപ്പോൾ ഓർഡർ ഉണ്ട്, അത് വരും. പിന്നെ ബാക്കിയിൽ കുറേ കിളച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കണ്ടല്ലോ അതുപോലെ. അപ്പം അങ്ങനെ ആണ് ചെയ്യേണ്ടത്. പിന്നെ മണ്ണൊരുക്കലാണ് ഏത് കൃഷിയായാലും അറിയാമല്ലോ, മണ്ണിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്യുന്നതും. അത് ഏത് കൃഷിയായാലും തന്നെ pH കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കൃഷിക്കകത്ത് പരാജയപ്പെട്ടു എന്നേ പറയുന്നത്. pH ലെവൽ കറക്റ്റ് ചെയ്യുന്ന ഞാൻ പ്രത്യേകിച്ച് കലയോട് പറഞ്ഞേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെയൊക്കെ കുറേ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന രീതിയാണ്. ആദ്യം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന മണ്ണാണെങ്കിൽ 1 സെൻറ്റ് സ്ഥലത്ത് കുറഞ്ഞത് ഒരു 2 കിലോ കുമ്മായം, അതല്ലെങ്കിൽ ഒരു 3 കിലോയോളം ഡോളമൈറ്റ്. ഇതാണ് നമ്മൾ 1 സെൻറ്റ് സ്ഥലത്ത് പുതിയതായിട്ടുള്ള സ്ഥലത്ത് ചെയ്യുന്നത്. പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. pH നോക്കിയിട്ട് ചെയ്ത് മണ്ണ് പരിശോധിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മണ്ണ് പരിശോധിക്കുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ആവശ്യം വേണ്ടുന്ന സൂക്ഷ്മമൂലകങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിന് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മണ്ണ്